ഇന്ത്യൻ നാവിക്ക് വേണ്ടി ഉരുനിർമ്മിച്ച പെരുന്തച്ചൻ ബാബു ശങ്കരനെ തേടി ഞങ്ങൾ എത്തിയപ്പോൾ വാഗ്ബടാനന്ദ പാർക്കിൽ കൂട്ടുകാർക്കൊപ്പം ഇരിക്കുകയായിരുന്നു അദ്ദേഹം. ബാബുട്ടാ, ഞാൻ വിജയൻ, മാതൃഭൂമി ചാനലിൽ നിന്നാണ്. നമ്മളെ ഉരുവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. അവിടെ നമുക്ക് ഇത് മുറിച്ചിട്ട് ഒരു ഉരു പണി തോന്നും. ഇത് മുറിച്ചിട്ട് നമുക്ക് ഒരു തോണി ഉണ്ടാക്കാം. ഉരു ആക്കാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ ഉരു എന്ന് പറഞ്ഞാൽ എല്ലാം പീസുകളാണ്. കട്ട് ചെയ്തിട്ട് മുറിച്ചിങ്ങനെ പീസാക്കി ജോയിന്റ് ആക്കണം. ഈ തടി പൊതുവെ ഈ തടി നമ്മൾ എടുക്കില്ല. ഞാനിപ്പോൾ ഈ കൗണ്ടിനെയൊക്കെ എടുത്തത് പിന്നെ ഫസ്റ്റ് കിൽസൺ എന്ന് പറയും. നമ്മളിപ്പോൾ അടിയിൽ വെക്കുന്ന ഫൗണ്ടേഷൻ, വെള്ളത്തിൽ തട്ടുന്ന അടിയിൽ വെക്കുന്നത് കരിമരുന്ന്. അങ്ങനെ പിന്നെ 2 പീസ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കരിമരുന്നാണ് എടുത്തത്. അപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചു? ഇപ്പം കരിമരുന്ന് ഉപയോഗിച്ചു, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, ഈ 4 മരം, വേങ്ങ. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈസ് എണ്ണ അടിക്കും, മീനെണ്ണ എന്ന് പറയും. മീനെണ്ണ. പക്ഷേ ഞാൻ മീനെണ്ണ അടിക്കണം ഞാൻ ഇവരോട് പറയൂ, എനിക്ക് ഇതിന് സ്മെല്ല് പിടിക്കും. ഒരുപാട് കാലം വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് മീനെണ്ണ അടിക്കണം. ഇതിപ്പോൾ നമ്മൾ നേവിയുടെ ഈ ഉരുവിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെന്നാണ് ഈ ഹേമന്ത് സാർ പറഞ്ഞിരിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നേവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇന്ത്യൻ നേവിക്ക്. അത് പുനർജന്മിക്കാണ് ഇത് ചെയ്തത്. ഫസ്റ്റ് പലക എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വെക്കുന്ന 2 പലക നമ്മൾ ആദ്യം വളച്ചു. അപ്പോൾ ഒരു 2 സൈഡിൽ 2 ഇത് വെച്ച് മീൽ വെച്ച് അതിൻ്റെ ഉള്ളിലാണ് ആദ്യത്തെ ഫസ്റ്റ് പലക വെക്കുന്നത്. ഈ ഫസ്റ്റ് പലക നമ്മൾ ഒരാഴ്ച മുമ്പേ വളച്ച് അത് സ്റ്റീമിലിടണമെന്നില്ല. അതിന് അത്ര വലിയ വളവ് വേണമെന്നില്ല. അത് നമ്മൾ ഇങ്ങനെ ഒരു മിഷനൊന്നും ഉപയോഗിക്കില്ല, മിഷനൊന്നുമില്ല. അതിലൊരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് കയറ് കൊണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കും, ടൈറ്റ് ചെയ്ത് വെക്കും. അതിന് എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കും. ഈ പല ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിക്കും. പിന്നെ പല എന്ന് പറഞ്ഞാൽ ഒരു മുടി നാരഴ ഇതിൻ്റെ ഉള്ളിലൊക്കെ അകത്ത് കിടക്കാൻ പാടില്ല. വെള്ളം കിടക്കുന്നുണ്ട്. ഒരു മുടി നാര് ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ പണീൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ്. എന്നിട്ട് നമ്മൾ കുന്ത്രൂസ് എടുക്കും. കുന്ത്രൂസ് എന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ നിന്ന് ഉണ്ടാക്കുന്ന കറിയാണ്. അത് ചൂടാക്കും. അത് ചൂടാക്കി അതിൻ്റെ അകത്ത് പിന്നെ ഫിഷ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മീനെണ്ണ ഒഴിക്കും. എന്നിട്ട് 2 മരത്തിൻ്റെ സൈഡിലും ഇങ്ങനെ ഈ കുന്ത്രൂസ് ഇങ്ങനെ തേക്കും. എന്നിട്ട് കോട്ടൺ വെക്കും. കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ തുണി, പണ്ടത്തെ ആൾ ഉപയോഗിക്കുന്ന കോട്ടൻ്റെ മല്ലെന്ന് പറയുന്ന തുണി. ആ കോട്ടൺ വെക്കും. ആ കോട്ടൺ വെച്ച് 1 മീറ്റർ ഇങ്ങനെ 1 മീറ്റർ ഗ്യാപ്പിൽ പിന്നുണ്ടാവും. എന്നിട്ടാണ് ഈ പലകനെ പ്രസ്സാക്കുന്നത്. കുന്ത്രൂസ് ഈ കയറ് കെട്ടിയിട്ട് ഈ പലകനെ ആപ്പടിച്ചിട്ട് ടൈറ്റാക്കും. അപ്പോൾ ഈ കുന്ത്രൂസുകളെല്ലാം പുറത്തോട്ടേക്ക് വരും. പശ അല്ലെങ്കിൽ പുറത്ത് വരും. അപ്പോൾ ഇത് ശരിക്കും അതുമായിട്ട് ചേർന്ന് നിന്നു. 3ാമത്തെ പല മുതൽ ബെൻഡ് തുടങ്ങി നമുക്ക്. അത് നമ്മൾ സ്റ്റീമിലിട്ട് വളച്ചതിന് ശേഷം വാട്ടർ ലെവൽ കഴിഞ്ഞ് ഒരു പല വരെ നമ്മൾ സ്റ്റീമിലേക്ക് പല ഇടണം. അതിൻ്റെ മുകളിലുള്ള പലക്ക് പിന്നെ നമുക്ക് ബോഡി ഷേപ്പ് ഇങ്ങനെ ലെവലിൽ വരുവാണ്. അത് സ്റ്റീമിലുണ്ടോന്നില്ല. എല്ലാം അനുഭവത്തിൽ എല്ലാം ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ നമ്മളെല്ലാം ഈ ആശാരിമാർ ഉപയോഗിക്കുന്ന ഉളിയില്ലേ, അതുകൊണ്ടല്ല ഞാൻ പണിയാണ്. ഞാൻ അറബിയിൽ പണിയുന്ന ഒരു സൈസ് മഴുവുണ്ട്. അതുകൊണ്ട് സാറ് ഏത് ലൈനിൽ വരഞ്ഞാലും 1 മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് ഞാൻ ചെത്തിത്തരും. ഏത് മുടി വരച്ചോ വലിയ ആൾക്കാർ നേവിയിലെ നമുക്കറിയില്ല. ബാബുവിന്റെ ഒരു ആഗ്രഹം എന്താണ്? ആഗ്രഹം ഇനി എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഞ്ഞാലി മണിക്കേർ വന്നൊരു ബോട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട്